അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ നമുക്ക് കിട്ടണമെന്ന് എല്ലാവരും ഞങ്ങൾ ആശിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്ർ ഒരാളുടെ ജീവിതത്തിൽ കിട്ടിയെങ്കിൽ 84 വർഷ ചില്ലറ ഇബാദത്ത് 84 വർഷ ചില്ലറ ഇബാദത്ത് എടുത്ത കൂലിയായിട്ട് അല്ലെ അക്കൗണ്ടിൽ ആഡാവുക. ജാവിടി നിസ്കരിച്ചതും ഇബാദത്ത് എടുത്തതും പോലിടി നോമ്പ് നോക്കിയതായ 84 വർഷ ചില്ലറ. എങ്കിൽ ഈ അമൂല്യമായ ലൈലത്തുൽ ഖദ്റിന്റെ ഭാഗ്യം എല്ലാവരും കിട്ടണമെന്നില്ല. അതോട് 27 ജാവ് വറക്കഞ്ഞത് കൊണ്ട് നമുക്ക് കിട്ടുന്നതല്ല. പിന്നെ അതുക്ക് പിന്നായിട്ടുള്ള പരിശ്രമം റമദാൻ 1 മുതലേ ഞങ്ങൾ നടക്കണം, പ്രയത്നമാക്കണം. ലൈലത്തുൽ ഖദ്ർ ഭാഗ്യം കിട്ടാൻ പ്രധാനമായ ലക്ഷണം അദ്ദേഹം റമദാന്റെ ഉടനീളത്തിൽ ധാരാളം അള്ളാഹുടെ പേടിച്ചിട്ട് ഉൾപ്പെടുകയുണ്ട്. സ്വർഗത്തെ ആശിച്ചിട്ടും അവനാക്കിയതായ ദോഷത്തെ ഖേദിച്ചിട്ട് നരകത്തെ പേടിച്ചിട്ട് അള്ളാഹുടെ അദാബിനെ പേടിച്ചിട്ട് അദ്ദേഹം ഉൾപ്പെട്ടിരിക്കും, കണ്ണീർ ഒലിപ്പിച്ചിരിക്കും. അങ്ങനെ നിരന്തരമായിട്ട് കണ്ണീർ ഒലിപ്പിക്കുമ്പോൾ ആയിട്ടേക്ക് അവനക്ക് ലൈലത്തുൽ ഖദ്റിന്റെ ഭാഗ്യം കിട്ടുകയുണ്ട്. ഇന്നൊരു ഹദീസിൽ ബൈഹഖി റിപ്പോർട്ട് ചെയ്ത് മൻ ഫത്തറ സ്വായിമൻ ഫീ ഷഹ്രി റമളാൻ തിങ്കളിൽ ആരെങ്കിലും നോമ്പ് തറപ്പാട്ടുണ്ടായെങ്കിൽ സ്വല്ലത്ത് അലൈഹിൽ മലായിക്കത്ത് അവൻ്റെ മേലെ നിരന്തരമായിട്ട് അവൻ്റെ ഇസ്തിഗ്ഫാർ ചെയ്ത് അവർക്ക് പൊക്കൽ കേൾക്കട്. സ്വാഫഹു ജിബ്രീൽ അലൈഹിസ്സലാം ലൈലത്തുൽ ഖദ്ർ ജിബ്രീലിൻ്റെ നേതൃത്വത്തിൽ മലായിക്കത്ത് ഇറങ്ങി വന്നത്. ആ ഇറങ്ങി വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന് മുസാഫഹത്ത് ചെയ്ത് മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് അദ്ദേഹം എന്താക്കി നോമ്പ് തറപ്പാട്ടില്ല. അപ്പോൾ അതൊക്കെ മുസാഫഹത്ത് ചെയ്ത്. അപ്പോൾ ഈ ഒരു രണ്ട് ലക്ഷണം ലൈലത്തുൽ ഖദ്ർ ഭാഗ്യപരയുടെ ആത്മാറിൽ ഒന്നും അദ്ദേഹം കണ്ണുനീര് ധാരാളം വ്യാപിക്കും. രണ്ടാമത് അദ്ദേഹം മുഅ്മിനീങ്ങളെ ഔത്ത് വിളിച്ചിട്ട് നോമ്പ് തറപ്പാട്ട് വ്യവസ്ഥ വലിയൊരു ഗ്രാൻഡ് അക്കൗണ്ടില്ല. അവനക്ക് ആവതായ പോലെ എന്താക്കാം നോമ്പ് തറപ്പാട്ടിട്ട് ലൈലത്തുൽ ഖദ്ർ ഒരു അർഹത്തെ കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തിങ്കൾ നമുക്ക് ധാരാളം അള്ളാഹുനെ പേടിച്ചിട്ട് കരയവും അതുപോലെ മുഅ്മിനീങ്ങൾക്ക് ഒരു നോമ്പ് തറക്കുന്ന ശരിയായ വ്യവസ്ഥയാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ആമീൻ.